മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കൽപ്പറ്റയിൽ ഉയരുന്ന ടൗൺഷിപ്പ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. കൽപ്പറ്റയിലെ എയൽസ്റ്റൺ എസ്റ്റേറ്റിലായിരുന്നു പരിപാടി. പ്രിയങ്ക ഗാന്ധി MP, റവന്യൂ മന്ത്രി കെ രാജൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി, വിവിധ മന്ത്രിമാർ, ജില്ലയിൽ നിന്നുള്ള MLA മാർ തുടങ്ങി മതരാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി. നിയമ തടസ്സങ്ങളെല്ലാം മറികടന്ന് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 7 മാസങ്ങൾക്കിപ്പുറമാണ് ടൗൺഷിപ്പ് ഉയരുന്നത്. ഓരോ കുടുംബങ്ങൾക്കും 7 സെന്റിൽ 1000 ചതുരശ്രയടി വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. 2 കിടപ്പുമുറി, പ്രധാന മുറി, സിറ്റൌട്ട്, ലിവിംഗ് റൂം, പഠനമുറി, ഡൈനിംഗ് ഹാള്, അടുക്കള, സ്റ്റോർ ഏരിയ, ശുചിമുറി എന്നിവ വീടുകളിൽ ഉണ്ടാകും. ഭാവിയിൽ 2 നിലയാക്കാൻ കഴിയുന്ന നിലയിൽ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശേഷിയുള്ള അടിത്തറയാണ് ഒരുക്കുക. മുകൾ നിലയിലേക്ക് പടികളുണ്ടാകും. ആരോഗ്യ കേന്ദ്രം, അങ്കണവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ, മൾട്ടിപർപ്പസ് ഹാള്, ലൈബ്രറി എന്നിവ ടൗൺഷിപ്പിലുണ്ടാകും. 6 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കും. ടൗൺഷിപ്പിലേക്ക് വരാത്ത കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം നൽകും. ദുരന്തബാധിതരോടുള്ള കേന്ദ്രം അവഗണനയും കേരളം മറികടക്കുന്നു. 2024 ജൂലൈ 30 പുലർച്ചെയാണ് വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടിയത്. നാടാകെ ഒലിച്ചുപോയി. 298 പേർ ദുരന്തത്തിൽ മരിച്ചു. മൃതദേഹങ്ങൾ ചാലിയാർ പുഴ വരെ ഒഴുകി. പുന്നപ്പുഴ മരണപ്പുഴയായി അന്നേവരെ കാണാത്ത രക്ഷാപ്രവർത്തനത്തിന് രാജ്യം സാക്ഷിയായി. ദുരിതാശ്വാസ ക്യാമ്പ് ഒരു കുടുംബമായി. സമൂഹ അടുക്കളയിൽ മനുഷ്യർ സ്നേഹം പാചകം ചെയ്തു. മണ്ണിനടിയിൽ ജീവനുള്ള ഒറ്റ മനുഷ്യരും ശേഷിക്കുന്നില്ലെന്ന് ഉറപ്പാക്കും വരെ രക്ഷാപ്രവർത്തനം തുടർന്നു. സർക്കാർ എല്ലാം നഷ്ടമായ ആയിരങ്ങളെ വാടക വീടുകളിൽ താൽക്കാലികമായി പുനരധിവസിപ്പിച്ചു. ജീവനോപാധിയും ചികിത്സയും നൽകി. ധനസഹായം നൽകി. കുഞ്ഞുങ്ങളുടെ പഠനം തിരിച്ചുപിടിച്ചു.